ഇന്ന് ലോക വൃക്ക ദിനമാണ്. ഈ വർഷത്തെ വിഷയം ആർ യുവർ കിഡ്നീസ് ഓക്കെ? നമ്മുടെ വൃക്കകളുടെ ആരോഗ്യസ്ഥിതി എന്താണ്? നമുക്കറിയാം, അനുദിനം വൃക്ക അസുഖം വർദ്ധിച്ച് വരികയാണ്. പ്രധാനപ്പെട്ട ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, വൃക്ക സംബന്ധമായ അസുഖങ്ങളുടെ ലക്ഷണം പ്രാരംഭഘട്ടത്തിൽ ഉണ്ടാവത്തേയില്ല. പലപ്പോഴും രോഗം വല്ലാതെ മൂർച്ഛിച്ചതിന് ശേഷമാണ് കിഡ്നിയുടെ അസുഖം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന 8 ഗോൾഡൻ റൂൾസ് നമ്മൾ ശ്രദ്ധിക്കുക. കിഡ്നിയുടെ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ അത് സഹായിക്കും. ഏറ്റവും ആദ്യം പറയാനുള്ളത് നമ്മുടെ ആഹാര രീതിയാണ്. ഉപ്പ് ഒഴിവാക്കുക, ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക, ഒരുപാട് ഇലക്കറികളും പഴങ്ങളും കഴിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 2, വ്യായാമം ചെയ്യുക. നമുക്ക് വെയിറ്റ് കൂടാതിരിക്കുക. അമിതവണ്ണം പലപ്പോഴും കിഡ്നിയുടെ അസുഖത്തിലേക്ക് വഴിവെക്കുന്നു. രക്തസമ്മർദ്ദം കൂട്ടുന്നു, ഒപ്പം തന്നെ പ്രമേഹവും. രക്തസമ്മർദ്ദവും പ്രമേഹവും രണ്ടും പ്രധാനപ്പെട്ട നിശബ്ദ കൊലയാളികളാണ്. ഇത് രണ്ടും നമ്മൾ കൺട്രോൾ തന്നെ ചെയ്യണം. പിന്നെ ഉള്ളത് ജലാംശം. ശരീരത്തിൽ ജലാംശം വളരെ പ്രധാനമാണ് വൃക്കകളുടെ പ്രവർത്തനത്തിന്. ഡീഹൈഡ്രേഷൻ വരാതിരിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. എസ്പെഷ്യലി ഇപ്പം വേനലാണ്, നമുക്ക് ഡീഹൈഡ്രേഷൻ വരാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പലപ്പോഴും നമുക്കൊരു വേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒളുക്കോ ഉണ്ടെങ്കിൽ നമ്മൾ വേദന സംഹാരി മരുന്നുകൾ കടയിൽ പോയി വാങ്ങിച്ച് കഴിക്കാറുണ്ട്. 1-2 നമ്മൾ കഴിക്കുന്നത് പോലെയല്ല, സ്ഥിരമായിട്ട് ഇത് കടയിൽ നിന്ന് വേദന സംഹാരി മരുന്നുകൾ കഴിക്കുന്നത്. NSAIDs, നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറയും. അത് കിഡ്നിക്ക് നല്ലതല്ല. ഇപ്പം ഇങ്ങനെയുള്ള മരുന്നുകളും തീർച്ചയായിട്ടും ഒഴിവാക്കണം. പിന്നെ സ്മോക്കിംഗ്, പുകവലി വൃക്കയ്ക്ക് നല്ല കാര്യമല്ല. ഫാമിലി ഹിസ്റ്ററി, നമുക്ക് ഫാമിലിയിൽ കിഡ്നിയുടെ അസുഖം ഉണ്ടെങ്കിൽ കിഡ്നിയുടെ അസുഖം വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഉള്ള 8ാമത്തെ കാര്യം, ഇതെല്ലാം വൃക്കയുടെ അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാതെ അറിയാൻ പറ്റത്തില്ല. അത് വളരെ പ്രധാനമാണ്. പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. വളരെ ലളിതമായിട്ടുള്ള ബ്ലഡിലെ ക്രിയാറ്റിനിൻ, യൂറിനിലെ ടെസ്റ്റ്, യൂറിനിൽ ആൽബുമിൻ ഉണ്ടോ, കിഡ്നിയുടെ സ്കാൻ, ഇത്രയും ചെയ്യാമെങ്കിൽ നമുക്ക് കിഡ്നിയുടെ അസുഖം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി പറയാം, രക്തസമ്മർദ്ദമുള്ളവർ, പ്രമേഹമുള്ളവർ, ഫാമിലിയിൽ കിഡ്നിയുടെ അസുഖമുള്ളവർ, മൂത്രത്തിൽ അടിക്കടി കല്ലിൻ്റെ അസുഖമുള്ളവർ, അടിക്കടി മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നവർ, സ്ഥിരമായിട്ട് വേദന സംഹാരി മരുന്ന് കഴിക്കുന്നവർ, ഇവർക്കെല്ലാം വൃക്ക രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ആർ യുവർ കിഡ്നീസ് ഓക്കെ എന്നറിയണമെങ്കിൽ നമ്മൾ നേരത്തെ അത് പരിശോധിച്ച് തന്നെ നോക്കണം.